വൻ തിരിച്ചടി. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പ്രകാശയ്ക്കെതിരായ ഇഡി കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇഡി അധികാര ദുർവിനിയോഗം ചെയ്തെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ഇഡി അധികാര ദുർവിനിയോഗം നടത്തിയതെന്നും കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ ചെയ്ത് അച്യുതൻ പറയൂ. സുഖൈ, രാജ്യം തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക് എതിരായിട്ടുള്ള ഇഡിയുടെ കേസ്. ഒപ്പം തന്നെ ഈ ന്യൂസ് ക്ലിക്ക് സ്ഥാപനങ്ങളിൽ വ്യാപകമായി ഇഡി റെയ്ഡ് നടത്തിയ ആ സമയം. എന്തായാലും ആ കേസിലാണ്, അതായത് ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പ്രകാശയ്ക്കെതിരെ ഈ സ്ഥിര വിദേശ നിക്ഷേപ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വെറുതെ അല്ല റദ്ദാക്കിയത്, രൂക്ഷമായ വിമർശനം ഇഡിക്കെതിരെ ഡൽഹി ഹൈക്കോടതി നടത്തുകയുണ്ടായി. ഇഡി സ്വന്തം അധികാരം ദുർവിനിയോഗിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ഈ അധികാര ദുർവിനിയോഗം നടത്തിയത് എന്നത് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന ഇഡിയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഒരു തരത്തിലും ഇത് തെളിയിക്കാനായി ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഡൽഹി ഹൈക്കോടതി ആ ഒരു വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് വീണ്ടും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിക്ക് ഒരു തിരിച്ചടി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സുഹൈൽ, ആർ അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.